അരൂർ അപകടത്തിൽ മരിച്ച രാജേഷിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നൽകാമെന്ന് കമ്പനി അറിയിച്ചതായി രാജേഷിന്റെ ബന്ധു. നാളെ തന്നെ ചെക്ക് നൽകും. അടിയന്തര സഹായമായി 40,000 രൂപ നൽകി. രാജേഷിന്റെ മൃതദേഹം ഉടൻ വീട്ടിലേക്ക് കൊണ്ടുപോകും. മകന്റെ ജോലിയുടെ കാര്യം കളക്ടർ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്ന് ഉറപ്പ് ലഭിച്ചതായും കുടുംബം. അർച്ചന വിവരങ്ങളുമായി ചേരുകയാണ്. അർച്ചന, അതായത് ഇത് പൂർണ്ണമായും ഇതിൻ്റെ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണ്. എന്നിട്ടും സംസ്ഥാനം 4 ലക്ഷം രൂപ നൽകും. ഇപ്പോൾ മൊത്തം അവർക്ക് 29 ലക്ഷം രൂപ കിട്ടും, അങ്ങനെ അല്ലേ കുടുംബത്തിന്? തീർച്ചയായും കുടുംബം ആവശ്യപ്പെട്ട തുക ഒടുവിൽ കമ്പനി നൽകാമെന്ന് പറഞ്ഞതോടെയാണ് ഇത് സമവായത്തിലെത്തി. നഷ്ടപരിഹാരം നൽകാമെന്ന് പറഞ്ഞതോടെ ഈ രാജേഷിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബാംഗങ്ങൾ തയ്യാറായത്. രാവിലെ മുതൽ ഇതിൽ അനിശ്ചിതത്വം തുടരുകയായിരുന്നു. കാരണം കമ്പനി അധികൃതർ ഇവരെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല എന്ന് നേരത്തെ തന്നെ കുടുംബം ആരോപിച്ചിരുന്നു. ഇവർ ആശുപത്രിയിൽ പോലും എത്തിയിരുന്നില്ല. അതിനുശേഷം മൃതദേഹം ഇപ്പോൾ ഏറ്റെടുക്കില്ല എന്നൊരു തീരുമാനം കുടുംബം പറയുകയുമുണ്ട്. അതിനുശേഷം വൈകിട്ടോടു കൂടിയാണ് ഈ കമ്പനി അധികൃതർ, കരാർ കമ്പനി അധികൃതർ ആശുപത്രിയിലെത്തി ആദ്യം 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് പറഞ്ഞാൽ കുടുംബം ആവശ്യപ്പെട്ടത് 25 ലക്ഷം രൂപയായിരുന്നു. കാരണം മക്കളുടെ വിദ്യാഭ്യാസമുണ്ട്, ഭാര്യ, അമ്മ എല്ലാം ഉള്ള കുടുംബമാണ്. രാജേഷിന്റെ ഏക അച്ഛൻ രാജേഷ് മാത്രമാണ്. മാത്രമല്ല കടബാധ്യതകൾ അടക്കമുണ്ട്. ഇതെല്ലാം തന്നെ വീട്ടണമെങ്കിലും കൃത്യമായ നഷ്ടപരിഹാരം തുക വേണമെന്ന് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നിലപാടെടുക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് 25 ലക്ഷം രൂപ എന്ന കുടുംബത്തിന്റെ ആവശ്യം ഇവർ അംഗീകരിക്കുകയും ചെയ്തത്. എന്തായാലും വലിയ വീഴ്ചയാണ് ഈ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ തുടക്കം മുതൽ ഇവരെ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനോ അവർ തയ്യാറായിട്ടില്ല എന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കടുത്ത നിലപാട് എടുക്കുന്ന രീതിയിലേക്ക് കുടുംബത്തിന്റെ നിലപാട് മാറിയത്. എന്തായാലും ഇപ്പോൾ ഈ ചർച്ച സമവായത്തിലെത്തി. കുടുംബം ആവശ്യപ്പെട്ട തുക 25 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞതോടുകൂടി ഇത് ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 25 ലക്ഷം രൂപ നാളെ ചെക്കായി നൽകുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപ ബന്ധുക്കൾക്ക്, ഈ കുടുംബങ്ങൾക്ക് നൽകും. ഇത് കൂടാതെ 40,000 രൂപ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് ഈ കമ്പനി അധികൃതർ നൽകിയിട്ടുമുണ്ട്. ഇതോടുകൂടിയാണ് ഇപ്പോൾ മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയ ശേഷം അരിപ്പാടിലെ രാജേഷിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അജിംഷ.